ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യാൻ പറ്റുന്നത് ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകത്തിന്റെ 5ഉം 6ഉം വേഴ്സസ് ആണ്. അപ്പൊ നമ്മൾ 5ാമത്തെ വേഴ്സ് വായിക്കാം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അതായത് ഈ സൃഷ്ടി സ്രഷ്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, സൃഷ്ടിക്കുന്നയാളെന്നാണ്. അതായത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോസ് നോക്കുകയാണെങ്കിൽ ഉപാദാന കാരണം സൃഷ്ടാവാണ്. ഇനി ഈ സൃഷ്ടി എന്നുള്ളതും, അതായത് എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് നിമിത്ത കാരണം എന്ന് പറയും. അപ്പോൾ സൃഷ്ടാവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഉപാദാന കാരണം, അതായത് മെറ്റീരിയൽ കോസും എഫിഷ്യൻ കോസും ഒന്ന് തന്നെയാണെന്നാണ് ഇതിനെ. അപ്പോ ഈ അതേമാതിരി തന്നെ ഇവിടെ എല്ലാം സൃഷ്ടിക്കപ്പെട്ടതും സൃഷ്ടിജാലവും, അതായത് സൃഷ്ടിക്കപ്പെട്ട് കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും, അതേമാതിരി സൃഷ്ടിക്കുള്ള മെറ്റീരിയൽ സാമഗ്രി എല്ലാം നീ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്രഹ്മം ആണ് എല്ലാം. അതായത് നീയല്ലോ, അതായത് ബ്രഹ്മമല്ലോ സൃഷ്ടി, സൃഷ്ടാവായതും സൃഷ്ടിജാലവും ഇവിടെ കാണുന്നതെല്ലാം. പിന്നെ നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായത്. അത് നമ്മളോട് സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, വേദാന്തത്തിന്റെ കേസിൽ ശരിക്കും സൃഷ്ടിയില്ല, വിവർത്തവാദമാണ്, ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഒരു കാര്യം ആവിർഭവിച്ച് നിലനിന്ന് അത് ലയിക്കും. ഓക്കെ, അപ്പോ എമർജൻസ്, സസ്റ്റനൻസ്. ഇപ്പൊ ക്രിയേഷൻ എന്നുള്ളത് നമ്മൾ അങ്ങനെ എടുക്കണം, അല്ലാണ്ട് ഒരു സ്കൈഡാഡിയോ അല്ലെങ്കിൽ ഒരു മനുഷ്യ കേന്ദ്രീകൃത ദൈവം അല്ലെങ്കിൽ എന്താ പറയാ, ഈ ബ്രഹ്മത്തിന് രൂപമോ ഭാവമോ ഭേദമോ ഗുണമില്ല. ഒരു എന്താ പറയാ, ഇന്ദ്രിയാതീതമായിട്ടുള്ള എന്താണ് സദ്വസ്തുവാണ് ബ്രഹ്മം എന്നാണ് ഈ ഇതില് കാണിക്കുന്നത്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കാണുന്നതെല്ലാം ഒരേ ജീവശക്തിയുടെ അല്ലെങ്കിൽ ബ്രഹ്മം എന്ന ശക്തിയുടെ പ്രകടിത ഭാവങ്ങളാണ്. അതായത് ഇപ്പൊ നമ്മള് ഒരു ജീവാത്മാവ്, ഒരു വ്യക്തി, അതായത് സംസാര സാഗരത്തിൽ ഒഴുകുന്ന ഒരു വ്യക്തി, അതിനെ എന്താ പറയാ, അയാളെ ഈ പ്രകൃതിയെ ദൈവത്തെയൊക്കെ വേറിട്ടതായിട്ട് കാണുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മായയുടെ പരിണിത ഫലമായിട്ടാണ് ഇത് ചെയ്യണത്. അതായത് വേദാന്തത്തിൽ വസ്തുക്കൾ സൃഷ്ടിക്കപ്പെടുന്നുമില്ല, നശിക്കപ്പെടുന്നുമില്ല, ശരിക്കും പറയാൻ ലയിക്കുക ചെയ്യണേ. അതായത് ഈ എന്താ പറയാ, ആവിർഭവിച്ച് നിലനിന്ന് ലയിക്കും. അതാണ് ഈ 5ാമത്തെ വേഴ്സിന്റെ ഇത്. അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. ഇനി 6ാമത്തെ വേഴ്സ് അതിൽ മായയെ കുറിച്ചാണ്. അതായത് നീയല്ലോ മായയും മായാവിയും മായാ വിനോദനം, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും. അതായത് മായ എന്നുള്ളത് ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി ബ്രഹ്മത്തിന്റെ ഭാഗമല്ല. മായയുടെ ഒരു ഡെഫിനിഷനൊക്കെ ഉണ്ട്. മായ എന്ന് പറഞ്ഞാൽ പ്രൊവിഷണൽ റിയാലിറ്റി എന്ന് നമ്മൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ സാന്ദർഭിക യാഥാർത്ഥ്യം. അതായത് പ്രസീദ് പായ് 1972 ജനിച്ചു, കുറെ കാലം ജീവിക്കും, XX ഇയേഴ്സിൽ മരിക്കും. അത് നമ്മൾ ഉണ്ടായതെല്ലാം ആവിർഭവിച്ച് നിലനിന്ന് എന്താ പറയാ, ഈ ലയിക്കും എന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അപ്പോ ഈ മായാവി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മായയെ പ്രവർത്തിക്കുന്ന മജീഷ്യൻ അല്ലെങ്കിൽ ഇന്ദ്രജാലക്കാരൻ എന്നാണ് ഇത് ചെയ്യുന്നത്. ഈ ഇന്ദ്രജാലത്തിൽ ബ്രഹ്മം അല്ലെങ്കിൽ ദൈവം രസിക്കുന്നുണ്ടെന്നാണ് ഗുരു ഇവിടെ പറഞ്ഞത്. അപ്പോ ഇതേ ദൈവം തന്നെയാണ് നമ്മളെ ഈ എന്താ പറയാ, മുന്നിൽ കാണുന്ന ഈ മായയെ മറനീക്കി സായുജ്യം, അതായത് മോക്ഷം, പരമപുരുഷാർത്ഥമായ മോക്ഷം നൽകുന്നതും നീ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ബ്രഹ്മം തന്നെയാണ് മായയുടെ സൃഷ്ടാവ്, മായയുമായി കളിക്കുന്നതാണ്. അപ്പോ ഈ മായയുടെ മറ നീക്കി സന്തോഷം നൽകുന്നതും ബ്രഹ്മം തന്നെയാണ്. എല്ലാ ദുഃഖവും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഉദിക്കുന്നു, അതായത് എനർജി ചെയ്യുന്നു, നിലനിൽക്കുന്നു, ഒടുവിൽ ലയിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്തത്തിന്റെ വിവർത്തവാദത്തെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി വായിക്കാം. 5ാമത്തെ വേഴ്സ്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും, നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രി ആയതും, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും,
നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകു മാരിയൻ. അപ്പോ ഇതാണ് 5ഉം 6ഉം ഈ എന്താ പറയാ ഈ കാര്യകാരണ സംബന്ധത്തെക്കുറിച്ചും മെറ്റീരിയൽ കോസ്, എഫിഷ്യന്റ് കോസ്, ഫോർമൽ കോസ്, ഫൈനൽ കോസ് എന്നതിനെക്കുറിച്ചും മായയെക്കുറിച്ചും മായയെ മറനീക്കി യാഥാർത്ഥ്യം കാണുന്ന പ്രക്രിയയെക്കുറിച്ചും ഗുരു ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോ ഈ 5ഉം 6ഉം ശ്ലോകങ്ങളുടെ പാരായണവും അതിൻ്റെ അർത്ഥ നിരൂപണവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.